ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദർശന. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ടുള്ളത്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് സെൻസിറ്റീവ് സ്കിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതിൻ്റെ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നിടാൻ പോകുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം 4 തരത്തിലുള്ള സ്കിൻ ടൈപ്പുകളുണ്ട്. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, നോർമൽ സ്കിൻ. ഈ 4 ടൈപ്പ് സ്കിന്നുകളും നമുക്ക് സെൻസിറ്റീവ് സ്കിൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് തിരിച്ചറിയാം? അതായത് നമ്മുടെ പുതിയൊരു മൈൽഡ് ഫേസ് വാഷ് ആയിക്കോട്ടെ, ഹോം റെമഡി ആയിക്കോട്ടെ, എന്ത് യൂസ് ചെയ്താലും നമുക്ക് ഇച്ചിങ്, ബേണിങ്, റെഡ്നെസ്, അതായത് നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് ചുവന്ന് തുടിക്കുക, എന്തെങ്കിലും ഇപ്പോൾ ആഫ്റ്റർ ഫേസ് വാഷിന് ശേഷമോ അല്ലെങ്കിൽ ഹോം റെമഡിക്ക് ശേഷമോ മുഖത്തുണ്ടാവുന്ന ഇറിറ്റേഷൻ, ഇപ്പോൾ ലൈക്ക് ചുവന്ന് തുടിക്കും, പിന്നെ അതുപോലെ പുകച്ചിൽ, ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ, ഇതൊക്കെയാണ് നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് തിരിച്ചറിയാനുള്ള എക്സാമ്പിൾസ്. എന്തുകൊണ്ടാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്? ആക്ച്വലി അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഒരു ദിവസം തന്നെ, ഇപ്പോൾ ഈ സ്ക്രബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. അത് വീക്ക്ലി 1 or 2 ടൈംസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഒരുപാട് പേര് അത് ആഴ്ചയിൽ തന്നെ 1-2 പ്രാവശ്യം എന്നല്ല, ആഴ്ചയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഹോം റെമഡി ആയാലും നമുക്ക് ഫേസിന് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നാരങ്ങ, കോഫി പൗഡർ, അങ്ങനെ കുറച്ച് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഫേസിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഡെയിലി, അതുപോലെ ഈവൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്യേണ്ടത് നമ്മൾ 2-3 തവണക്ക് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസിന് ഓഫ്കോഴ്സ് നമുക്ക് ഡാമേജ് ആകും. നമ്മുടെ ഫേസിന് ഓവർ ക്ലെൻസിങ് കൊടുത്താൽ അതും നമുക്ക് ഡാമേജ് ആണ് സ്കിന്നിന്. അപ്പോൾ അതും നമ്മുടെ സ്കിന്ന് കേടുവരുത്താനുള്ള ഒരു കാരണമാണ്. നമ്മൾ സെൻസിറ്റീവ് സ്കിൻ ആകാനുള്ള, കണ്ടീഷൻ ആകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഇനി മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹോം റെമഡി, ഇതിപ്പോൾ നാച്ചുറൽ റെമഡി ആണല്ലോ, ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്, നാച്ചുറലാണ്, പ്രൊഡക്റ്റ് അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യാൻ നിൽക്കും. എല്ലാവരും അത് യൂസ് ചെയ്യും. പക്ഷേ നാച്ചുറൽ ആണെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും സേഫ് ആണെന്നില്ല, അതിനൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ സ്കിന്നിനനുസരിച്ച് മാത്രമേ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വീക്കിലി 2-3 തവണ മാത്രം ചെയ്യാൻ നോക്കുക. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓവറായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ സ്കിന്നിന് അത് ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കൂടുതലായിട്ട് നിങ്ങൾക്കൊരു ഗ്ലോ തരാൻ സ്കിന്നിനെ കൊണ്ട് പറ്റില്ല. സോ നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ മാത്രം, ഇപ്പോൾ ഫേസ് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുക. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഡെയിലി ചെയ്യാതെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ചെയ്യാൻ നോക്കുക. ശരിക്കും ഫേസിനനുസരിച്ചാണ് നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റ്. ഇപ്പോൾ കോഫി പൗഡർ, തൈര്, പാല്, അലോവേര ജെല്ല്, അങ്ങനെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കടലമാവ്, അങ്ങനെ പ്രൊഡക്ട്സ് എല്ലാം ഓരോ സ്കിൻ ടൈപ്പിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം ഞാനിനി ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ടീനേജേഴ്സിനോടാണ്. ടീനേജേഴ്സ് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഹോം റെമഡി ആണെങ്കിലും എന്താണെങ്കിലും ഒരിക്കലും ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട, ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് സ്കിന്ന് ഈ ഒരു ടൈമിൽ ഹോർമോൺസ് എല്ലാം ഇമ്പ്രൂവ് ആയിട്ട് വരുന്നൊരു ഏജാണ് നമ്മുടെ ടീനേജേഴ്സിൻ്റെ. സോ അവർക്ക് നാച്ചുറലി ഗ്ലോ വരുന്നൊരു സമയമാണ്. നിങ്ങളപ്പോൾ ഒരിക്കലും നിങ്ങൾ ഹോം റെമഡി ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കൂടുതലൊന്നും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് കേടുവരുത്തരുത്. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫേസിനാണ് അതെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. സോ സ്കിന്ന് കെയർ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ടുള്ള സ്കിൻ കെയർ വീഡിയോസും ടിപ്പും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.